നമസ്കാരം. ഡോക്ടർ പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ മോഹൻ പി സാമാണ്. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോയിലോട്ടാണ് പോകുന്നത്. പല ആൾക്കാരും നേരത്തെയുള്ള വീഡിയോ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം തിയേറ്ററിൽ വെച്ച് ചെയ്യുന്നതല്ലേ, ആ തിയേറ്ററിലെ സെറ്റപ്പ് എങ്ങനെയാണ്, ഞങ്ങൾക്കൊന്ന് കണ്ടാൽ കൊള്ളാം എന്ന് പലരും ഫേസ്ബുക്കിൽ കൂടെയും ഞങ്ങൾ ഫോണിൽ കൂടെയൊക്കെ ചോദിക്കുന്നതനുസരിച്ച് ഈ പ്രാവശ്യത്തെ ഇന്നത്തെ ചെയ്യുന്നത് ഞങ്ങൾക്കൊന്ന് വീഡിയോയിൽ കൂടെ കാണിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. ഈ ഒരു പേഷ്യൻ്റ് 56 വയസ്സുള്ളൊരു പേഷ്യൻ്റ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒ പി വന്നപ്പോൾ വളരെ വലിയ വേദനയായിട്ട്, സഹിക്കാൻ വയ്യാത്ത വേദന, എന്നാലും ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടൊന്നും വേദന കുറയുന്നില്ല. അപ്പോൾ എന്താണ് എന്നുള്ളത് കൂടുതൽ ടെസ്റ്റുകളൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ ആദ്യം വന്നപ്പോൾ തന്നെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കി. അതിനകത്ത് കിഡ്നിയുടെ ട്യൂബിൽ നിന്ന് കിഡ്നിയും ട്യൂബും കൂടെ ബന്ധിക്കുന്ന പെൽവിയൂറിട്രിക് ജംഗ്ഷനിൽ ഒരു സ്റ്റോൺ വന്ന് സ്റ്റക്കായിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ പേഷ്യൻ്റെ അസുഖം കണ്ടുപിടിച്ചതിന് ശേഷം. പക്ഷേ അതുകൊണ്ട് നമ്മൾ ഇഞ്ചക്ഷൻ എടുത്താലും ചിലപ്പോൾ ഈ വേദന കുറയണമെന്നില്ല. കാര്യം ഇത് സ്റ്റക്കായിരിക്കുന്നതുകൊണ്ട് മൂത്രം താഴോട്ട് വരാതിരിക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പം നമ്മൾ ഉടനെ തന്നെ എന്നാൽ ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷം നമ്മളത് ആ കല്ല് പൊടിച്ച് കളഞ്ഞിട്ട് ബ്ലോക്ക് മാറാനായിട്ട് ഒരു സ്റ്റെൻറ്റ് ഇടാനായിട്ട് തീരുമാനിച്ചു. ഈ കല്ല് ഇത് കിഡ്നിയുടെ ആ ജംഗ്ഷനിലുള്ള കല്ലായതുകൊണ്ട് ഈ കല്ല് നമ്മൾ സാധാരണ രീതിയിലുള്ള ലിത്തോട്രിപ്സ് ചെയ്താൽ, ഷോക്ക് വേവ് ലിത്തോട്രിപ്സ് ചെയ്താൽ ചിലപ്പോൾ ഈ കല്ല് തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻറ്റിന് ഏറ്റവും നല്ലത് നമ്മൾ ഒന്ന് യൂറിട്രോസ്കോപ്പി കൂടെ നമുക്ക് സ്റ്റോൺ കാണാൻ പറ്റുന്നതാണെങ്കിൽ ലേസർ വെച്ച് പൊടിക്കുന്നതാണ് നല്ലത്. ലേസർ കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ ഈ കല്ല് തെറിച്ച് പോകത്തില്ല, അത് പൊടിഞ്ഞ് പൗഡർ പോലെ ആയിട്ട് നമുക്ക് മൂത്രത്തിൽ കൂടെ പോകാൻ പറ്റും. ഇതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പേഷ്യൻ്റിനോട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് സംസാരിച്ചതിന് ശേഷം നമ്മൾ ഈ പേഷ്യൻറ്റിന് ആദ്യം ഒരു സിസ്റ്റോസ്കോപ്പ് വെച്ചിട്ട് ഈ ബ്ലാഡറിൽ ചെന്നിട്ട് നമ്മൾ ആ ട്യൂബിൻ്റെ ഓറിഫൈസ് കണ്ടുപിടിക്കും. ആ ഓപ്പണിങ് കണ്ടിട്ട് അതിൽ കൂടെ നമ്മളൊരു ഗൈഡ് വെയർ ആദ്യം ഒരു യൂറിട്രിക് കത്തിയിട്ടിട്ട് അതിൽ കൂടെ ഒരു ഗൈഡ് വെയർ പാസ് ചെയ്തിട്ട്, ഈ ഗൈഡ് വെയർ ചിലപ്പോൾ കിഡ്നിയുടെ അകത്തോട്ട് പോകണമെന്നില്ല, കാര്യം ഈ കല്ല് അവിടെ സ്റ്റക്കായിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്രയും ഇത് പാസ് ചെയ്യാമോ അത്രയും പാസ് ചെയ്ത് നോക്കിയിട്ട് അതിന് ശേഷം നമ്മൾ ഒരു യൂറിട്രോസ്കോപ്പ് വെച്ചിട്ട് നമ്മൾ ഈ ബ്ലാഡറിൽ കൂടെ ചെന്ന് യൂറിട്രിൻ്റെ ഓറിഫൈസിൽ കൂടെ ചെന്നിട്ട് ഈ കല്ലിരിക്കുന്ന സ്ഥലത്ത് വരെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കല്ല് കാണാൻ പറ്റും. കല്ല് കണ്ടു കഴിഞ്ഞാൽ അത് പലപ്പോഴും അത് ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നതായിരിക്കാം. ഇമ്പാക്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് കല്ല് അങ്ങോട്ട് പുഷ് ചെയ്ത് മാറ്റാൻ ചിലപ്പോൾ പ്രയാസം വരുന്നതുകൊണ്ട് അത് ആദ്യം പൊടിക്കും. ലേസർ വെച്ച് നമ്മൾ ആ കല്ല് പൊടിച്ച് കഴിയുമ്പോൾ ഇത് ഓരോ ചെറിയ പീസായിട്ട് നമ്മുടെ മൂത്രത്തിൽ കൂടെ പോരും. അങ്ങനെ കംപ്ലീറ്റ് ഈ കല്ല് നമ്മൾ പൊടിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആ നീരൊക്കെ മാറുന്നിടം വരത്തേക്ക് നമ്മളൊരു സ്റ്റെൻറ്റ് ഇട്ട് വയ്ക്കും. DJ സ്റ്റെൻറ്റ് എന്ന് പറയുന്നതാണ്. സ്റ്റെൻറ്റ് ഇട്ടിട്ട് അത് കിഡ്നിയിൽ നിന്നുള്ള കണക്ഷൻ, കിഡ്നിയിൽ നിന്ന് ബ്ലാഡറിലോട്ട് യൂറിന് വരുന്ന രീതിയിലുള്ള ഒരു സ്റ്റെൻറ്റ് ഇടും. ആ സ്റ്റെൻറ്റ് ഒരു സാധാരണ രീതിയിൽ ഒരു 3 വീക്സ്, ലേസർ ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി നേരത്തെ എടുക്കാം. 2 വീക്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ സ്റ്റെൻറ്റ് എടുത്ത് കളയാൻ പറ്റും. സ്റ്റെൻറ്റ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ കല്ല് കംപ്ലീറ്റ് പോയി കഴിയും. പിന്നെ അവിടുത്തെ നീര് കംപ്ലീറ്റ് മാറും, കിഡ്നിയുടെ ബ്ലോക്ക് മാറും. പിന്നെ പേഷ്യൻറ്റിന് വേറെ സിംറ്റംസ് ഒന്നും ഉണ്ടാകത്തില്ല. നന്ദി. ഇനി മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.